ഫുള്ള് വെള്ളം കണ്ടില്ല. വാട്ടർ വാട്ടർ പാനി പാനി. എന്റെ ദൈവമേ, ആ കണ്ണൊന്നും ഇങ്ങോട്ട് വെച്ചിട്ട് കാണുന്നുണ്ടോ നോക്കണേ. പഠിപ്പിച്ചെടുക്കുന്നുണ്ടോ? ഹലോ ഹായ്, എല്ലാവർക്കും ആദർശ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഇന്നലെ ഞങ്ങൾ എന്താ റോഡ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പോയി തിരിച്ച് റൂമിലെത്തി. രാവിലെ സത്യം പറയണേ കാലം നനക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല വേദനയാണ്. ആ നല്ല രസമുണ്ടല്ലേ, ആകാശം കണ്ടില്ലേ എന്ത് രസം നോക്കിയേ. ഓ പൊളിച്ച്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 7 സിസ്റ്റർ വാട്ടർഫാളും അതേപോലെ തന്നെ ഒരു കേവ് ഉണ്ട്, ആ കേവും കാണാൻ വേണ്ടിയുള്ള പരിപാടിയിൽ ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:10 ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയിട്ടോ. അങ്ങനെ തിരിച്ച് 7 സിസ്റ്റർ വാട്ടർഫാളിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു 4-5 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. കുറച്ചൊരു ഓഫ് റോഡിങ് വന്നു പോയി ഇങ്ങോട്ട്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം നല്ല റോഡാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ എന്നൊക്കെ ഉള്ളത്. പോണോയെ കാണാം. അപ്പം നേരെ 7 സിസ്റ്റർ വാട്ടർഫാൾ. സത്യം പറയണേ നടക്കാൻ വയ്യട്ടോ, നടക്കാനേ വയ്യ. ഒക്കെ പണിയൊക്കെ കിടക്കുകയാണ് മേലൊക്കെ. ഞങ്ങൾ ആ റോഡിന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ വ്യൂ പോയിൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടി ഇവിടുന്ന്. അപ്പോൾ ഫസ്റ്റ് ഉള്ളവരൊന്ന് കയറി നോക്കിയത്. ഓയ്യോ, ഡ്രോൺ ഇങ്ങനെ പറത്തി എന്ത് രസം ഉണ്ടാവില്ലേ കാണാൻ, പൊളിച്ച്. പക്ഷെ ഇതിപ്പോൾ 1 2 3 4 5 ശരിക്കുള്ള വ്യൂ പോയിന്റ് വരുന്നത് അവിടെ എവിടെയാണ് വരുന്നത്, ആ ഒരു സൈഡിലേക്ക് വരുന്നത്. ഇനിയും പോകണ്ട 1.5 കിലോമീറ്റർ. അപ്പോൾ ചിലപ്പം ബാക്കിയോടെ കാണായിരിക്കും. നമ്മളിപ്പോൾ പോയി നിന്ന് റിസോർട്ട് ഏതായിരിക്കും വരിക, അവിടേക്കാന്ന് തോന്നുന്നു അല്ലേ? ആ അതല്ലേ ആ സ്പോട്ടില്ലേ? ഓക്കെ. അതെ അവിടെ ഞങ്ങൾ പോയായിരുന്നു കേട്ടോ. അതെ അവിടെ വരെ പോയിട്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം അതൊരു 7 സിസ്റ്ററുള്ള ഒരു വാട്ടർഫാളാണ്. അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷേ അതിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തന്നെ കാണണം. താഴെ ഒരു വില്ലേജ് ഉണ്ട്. അതെ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ശരിക്കും മഴക്കാലം കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൺസൂൺ തുടങ്ങിയാൽ മൊത്തം അടിപൊളിയായിരിക്കില്ലേ കാണാൻ, ഫുൾ വെള്ളം. ആ പിന്നെ എങ്ങനെയാ ഇതാണ് ആയിട്ടില്ല, ഇനിയുണ്ട്. നമ്മളവിടെ വ്യൂ പോയിന്റ് പോയാൽ ബാക്കിയുടെ കാണാൻ പറ്റുള്ളൂ മൊത്തത്തിൽ. ആ അതാ അതിന്റെ നടുവ് കൂടെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട് ആ വില്ലേജിലേക്ക്. ഓ വില്ലേജ് കാനാ, വില്ലേജ് കാ ബ്രിഡ്ജ് ആണ്. ആ ലൈക്കാം അതാ അവിടെ അതാ ബ്രിഡ്ജ്. ഞാനിവിടെ നല്ലോണം കാണുന്നുണ്ട്. അതെ നമ്മൾ ഈ ബയ്യൻ്റെ അടുത്ത്, ബയ്യ അവിടെ പാർക്കിംഗ് ഫീയും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന കേട്ടോ. ബയ്യനാ ഡോണൽ. ഓക്കെ, ഡോണൽ ബയ്യൻ്റെ അടുത്ത് വന്ന്. അപ്പം ബയ്യ നമ്മളോട് പറഞ്ഞു ഇവിടെ എന്താ പറയുക ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കുന്നു. കണ്ടോ കണ്ടോ, ഈശ്വര കുളിക്കുന്നൊന്നും കാണില്ല. അതാണ് ആദ്യം ഓർമ്മ വരല്ലേ. അയ്യോ നീ അടുത്താണ് നോക്കുന്നു. പാലം നോക്കിക്കൊണ്ടിരിക്കാണ്. വല്ല പാലം കണ്ടെന്നിട്ട്
वो विलेज का नाम क्या है ना? ലൈക്യാം. ഓക്കെ. പക്ഷെ അവിടെ എത്തണ്ടേ? ആ ഓക്കെ. റിംഗ്വൺ वो ബംഗ്ലാദേശ് ഓ കണ്ടില്ലാന്ന് പറയരുത് ഇനി. ബംഗ്ലാദേശ് കണ്ടില്ല. ആ താഴെ കാണുന്നത്. ഓ ഇവിടുന്ന് ബംഗ്ലാദേശ് വരെ കാണാം. ബൈനോക്കുലർ സൂം ചെയ്ത് അങ്ങോട്ട് സൂം ചെയ്ത് നോക്കി. അല്ല താഴെതാ കുറേ പ്ലെയിൻ ലാൻഡ് കണ്ടില്ലേ? ആ വെള്ളങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ കിടക്കുന്നുണ്ടോ? പാടം പോലെ കിടക്കുന്ന കണ്ടില്ലേ? അതാ നേരെ ഈ 2 മല കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ താഴെ നിങ്ങളെ കണ്ണ് കാണില്ലേ? അതും കഴിഞ്ഞിട്ട് അടുത്ത മല ഫുള്ള് വെള്ളം കണ്ടില്ല? വാട്ടർ പാനി. എന്റെ ദൈവമേ, ആ കണ്ണൊന്നും ഇങ്ങോട്ട് വെച്ചിട്ട് കാണുന്നുണ്ടോ നോക്കണ്ടേ? പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് മല വരണ്ടോ? ഇങ്ങനെ സ്ട്രെയിറ്റ് മല അങ്ങോട്ട് പോണ മല ആന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്ക്, അവിടെ ഇങ്ങനെ വെള്ള സ്പോട്ടുകൾ കാണുന്നുണ്ടോ? അപ്പുറത്തുള്ള ഭാഗത്ത് വെള്ള സ്പോട്ടുകളുണ്ട്. അത് ആകാശമല്ല, അത് നിലാണ്. അത് ആകാശമല്ല. അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആകാശത്തിന് കണ്ടിന്യൂഷൻ പോലെ തോന്നും. പക്ഷെ അത് ആകാശമല്ല, നിലാണ് കാണുന്നത്. അത് മേഘല്ല, അത് വെള്ളാണ്. സൂം ചെയ്യ് അങ്ങോട്ട് സൂം ചെയ്യ്. എന്റെ ദൈവം, ഒരാളെ ബംഗ്ലാദേശ് ബോർഡർ കാണിക്കാൻ പറ്റ വാട്. ആകാശാന്ന്. ഇത് പാടല്ല, പുസ്തകം. കൊറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ബംഗ്ലാദേശ് കാണണം. എന്താ ഗ്ലാസ് അങ്ങനെ സാധിച്ചില്ലേ? ബംഗ്ലാദേശും കണ്ടില്ലേ? ഫ്രം കേരള. फुटबॉल का लॉग है आपको पता है? फुटबॉल पसंद है? टीवी नॉर्थ ईस्ट का टीम है ना, ISL में केरला का भी टीम है. ഞങ്ങളിതേ ഇപ്പം മാസ്മായി കേസിൻ്റെ അടുത്തെത്തി. നടക്കാൻ വയ്യ, സത്യത്തിലും തീരെ വയ്യട്ടോ നടക്കാൻ. നല്ല വേദനയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റ് കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പൂരിയും സബ്ജിയും കഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇതേ മാസ്മായി കേസിലേക്കുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. അഡൽട്ടിന് 30, ചിൽഡ്രന് 10. ഇതിലാണ് എൻട്രി വരുന്നത്. തമിഴാ അമ്മച്ചിയോ. കിലോമീറ്റർ ഉണ്ട് നാമേ. എന്ത് തൊട്ടാലും പൈസ സ്റ്റെപ്പ്. പക്ഷെ നല്ല സ്ഥലല്ലേ? ആംബിയൻസ് എങ്ങനെ? കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാണ്ടിനി. ആ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലേ? താഴെ തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവും ഒരു സുഖം. ഓ ഇതാണല്ലേ ഗുഹ? ഇതാണല്ലേ എൻട്രി ചെയ്യുന്നത്? സെൽഫി എടുക്കണം. മാസ്മായി കേസിൻ്റെ അകത്തേക്കുള്ള എൻട്രിയാണ് ഇവിടെ. അപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് പോകാം നമുക്ക്. പൊളി. എന്താ നമ്മൾ ഗുഹേൻ്റെ ഉള്ളിൽ കയറി. ഇതിനകത്ത് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കണ്ണ് എന്തേ വരുന്നില്ലേ? വായോ. മുണ്ടൊക്കെ എടുത്താണ് ഗുഹയിൽ കയറുന്നത്. പച്ച മുണ്ട്. ഇവിടുന്ന് നൂണ്ട് പോകാനൊക്കെ ഉണ്ട് തോന്നില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നൂണ്ട് പോകണം. വൈക്കിളുണ്ട്, വെള്ളമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അത് കണ്ട അതൊക്കെ എന്താ സംഭവം? ഇത് അടിപൊളി. അനാക്കൊണ്ടയോ ഇതിൻ്റെ അകത്താ? ഇത് കാണുമ്പോൾ എന്തായിട്ട് തോന്നുന്നു? എന്തോ പോലെ തോന്നില്ലേ? അമ്മച്ചിയോ, ഇതിന് നല്ല വഴിയുണ്ട് കേട്ടോ. അവിടെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ വരുന്നവർക്ക് കുടുങ്ങി പോകാതിരിക്കാൻ സ്റ്റെപ്പും വെച്ചിട്ടുണ്ട്. അയ്യോ
ഇത് അത്ര എളുപ്പമൊന്നുമല്ല. മൊത്തം ഇരുട മാത്രം. പൊളി. എന്തോ കാണുന്നുണ്ടോയെന്നൊന്നും ചോദിക്കരുത്, പക്ഷേ മൊത്തം. അപ്പോൾ പണ്ട് ലൈറ്റ് ഇല്ലാത്ത സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തേക്കുന്നു അതിന് തല. ആഹാ, ചെറുതായി ചെറുതായി പോകട്ടോ. ഇവിടേക്ക് എത്തുന്നതനുസരിച്ച് ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പുള്ളൂ ഇവിടെ. ഓ, തല മുട്ടണ്ട. എങ്ങൾക്ക് പ്രശ്നമില്ല, എങ്ങൾക്ക് തടിയില്ലെന്ന് വേണ്ടില്ലേ. ഒരാൾക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടുന്ന് എങ്ങോട്ടാ? അയ്യോ അയ്യോ, എൻ്റെ തല മുട്ട എന്തായാലും. ലേറ്റ് ഒന്നുമില്ല ഇവിടെ. മണിക്ക് കുറച്ച് ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെ, മിക്കവാറുണ്ട്. അല്ല, നീ വാ, ഇവിടെ വഴി തൊട്ടടുത്താ ആയിരിക്കും വിചാരിക്കുന്നത്. ഇവിടെ നിൽക്കാനൊന്നും സ്പേസ് ഇല്ല. വേടാ, കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ കയറണം. അതിൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോ ക്ലോസ്ട്രോഫോബിയ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, അവിടെ ആള് വരുന്നു. അവിടെ നിന്നൊക്കെ ആൾ ലൈറ്റ് വരുന്നു. അവിടെ ആളുണ്ട്, കാണാൻ പോയ ആൾക്കാരുണ്ട്. ഇത് എക്സിറ്റ് ആണ്. അത് ഞാൻ തരാം ഗ്യാപ്പ്. നിക്കണ്ടല്ലോ, ഇരുന്നാ മതി. ഞാനെന്നാണ് വരെ പോയാരേ. ഇതിന്റെ അകത്തോടെ ഇത് ആരോ വരുന്നു. ഇവിടെ വലിയ അടിപൊളിയാണ്. ആ, നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ആള് വരുന്നത്. ആ, ഇങ്ങനെ എടുക്കാനാ? ഓക്കെ. എൻ്റെ അമ്മ എവിടെയൊക്കെ ഇരുടാട്ടോ, ഒന്നും കാണത്തില്ല. കയ്യിൽ ഫോണും ടോർച്ച് എടുത്ത് പിടിച്ചാലേ കാണത്തുള്ളൂ. എന്തായാലും നമ്മൾ എന്തെങ്കിലും ടോർച്ചൊക്കെ എടുത്ത് പിടിക്കാം. വായോ വായോ. ഹേ ബ്രോ. ഗോ. ഓക്കെ. മൊത്തം ഇരുട്, ഒന്നും കാണുവാനില്ല. മൊത്തം ഇരുട്. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ് സംഭവം. ഇവിടെ താഴോട്ട് ഇനിയും പോകാണ്ട്. ഓ, എൻ്റെ പൊന്നേ, ഗുഹ എങ്ങോട്ടാ പോണത് ഇത്? ഇവിടെ വെളിച്ചൊന്നുമില്ല. ബട്ട് നമ്മളിങ്ങനെ പോയി 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 എവിടെയോ എത്തി. ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാനിങ്ങനെ പോയി നോക്കുകയാണ്. എങ്ങോട്ടാ കയറി പോണത്? ഒറ്റയ്ക്കുള്ള ഓരാരും വരുന്നൊന്നുമില്ല. വരുന്നുണ്ടോ? ഞാനെങ്ങോ പോകുന്നുണ്ട് കേട്ടോ. അതേ ഇരുട്ടത്തൂടെ. ഇവിടുന്ന് പിന്നെയും സ്റ്റെപ്പൊക്കെ കയറി കയറി ഇങ്ങോട്ടോ പോകുന്നു. ഓ, ഈശ്വര, മുണ്ടെടുക്കണ്ടായിരുന്നു. വായോ. എൻ്റെ അമ്മോ, ഞാൻ കയറി കയറി എവിടെ എത്തി. എൻ്റെ അച്ഛൻ ഇവിടെ തല മുട്ടോ. ഇവിടെ തീർന്നു. ഡെഡ് എൻഡാണിത്. അമ്മേ, പുറം കുത്തി. ആ, അല്ല, ഡെഡ് എൻഡ് ഒന്നല്ല. ആ, ഓക്കെ. എന്നാ തിരിച്ചു പോവാ. ഇതിൻ്റെ അകത്ത് ലൈറ്റൊന്നുമില്ല, അതാണ് പ്രശ്നം. വെളിച്ചുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് കാണാമായിരുന്നു. ഇവിടം വരെ എത്തി. ഇനി മേലോട്ട് കുറച്ച് സ്റ്റെപ്പ് കാണുന്നുണ്ട്, അറിയില്ല. എന്തായാലും തിരിച്ചിറങ്ങാം. ആളെവിടെ എന്നിട്ട്? ഓയ്യോ, അമ്മേ. എടുത്തോളെ.
പോവാ. എനിക്കറിയാം എൻ്റെ ആ ഫീല്. എനിക്ക് ഈ സംഭവം ഉള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കുണ്ട്. പിന്നെ ആ നമ്മളെന്താ വെച്ചാൽ നമ്മളതിനെ ശക്തമായി പ്രതിരോധിച്ച് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ കയറുന്നത് എനിക്കൊരു പ്രശ്നമില്ല. നമുക്കത് മാറാനുള്ളൊരു നോക്കണം ചെയ്ത്. കൂടുതൽ പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഓക്കെ സ്ഥലത്തും പ്രശ്നമില്ല. ഓക്കെ, പ്രശ്നം എന്താ വെച്ചാൽ ഹയർ ആൾട്ടിറ്റ്യൂഡ് തീരെ ഹൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, കൺജസ്റ്റ് ആയി കിടക്കുന്നത്, ചെറിയ ഇടുങ്ങിയ റൂമുകളൊക്കെ കിട്ടുന്നു. പെട്ടെന്ന് ഓക്സിജൻ ലെവൽ കുറയല്ലോ. ഇവിടുന്ന് ഒരു മണം ഉണ്ടല്ലോ. സിനിമയോ? ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഒന്നും സംഭവിക്കണ്ട, നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തീർന്ന് നമ്മളൊന്നും ചെയ്യണ്ട, ബാക്കിയെല്ലാം എന്തെങ്കിലും ആയിക്കോളൂ. നെഗറ്റീവ് അടിക്കില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്തകളേ ഇല്ല, ചിന്തിക്കാനേ ഞാനില്ല. തടിയുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ വരാൻ പറ്റത്തില്ല, കുറച്ച് കഷ്ടപ്പെടും. അവരെ വയറൊക്കെ തട്ടും. ഇവിടെ പിന്നെ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ തല മുട്ടി. സാരല്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. താന്ന് പോട്ടെ, വണ്ടി താവട്ടെ. പോട്ടെ. പൊന്തണ്ട അതിലങ്ങ് പോണം. തലമുട്ടേ പറഞ്ഞില്ലേ, നേരെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ വന്ന്. നമ്മൾ കുനിഞ്ഞ് നടക്കണം. ഇനി ഫ്ലാഷിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, എണീക്കാൻ പറ്റൂല. സോ ഫൈനലി നേരെ നിൽക്കാൻ പറ്റി. അയ്യോ, കുറച്ച് പാലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളിൽ. നൈസായിട്ടുണ്ട്. എന്തായാലും ഒരു ഗുഹയിൽ കയറാൻ പറ്റി. ഇങ്ങനെ പോവാ, വൈണ്ടോ ഉണ്ടോ പോവാനുള്ള വഴി. അയ്യോ, ഇവിടേക്ക് തല കുത്തിയുണ്ടല്ലോ, നല്ല വേദന ഉണ്ടാവും. കുനിഞ്ഞ് എന്താ പറയണ്ട മീൻ. ഭാഗ്യ സ്ലിപ്പറി അല്ലേ ഇവിടെ, പിന്നെ കുഴപ്പമില്ല. അല്ലേ അടിപൊളിയാട്ടോ ഇതിൻ്റെ അകത്തൊക്കെ. നൈസ്. ഇതിൻ്റെ അകത്ത് വവ്വാലുണ്ട്. ഭയങ്കര ലുക്ക് ഉണ്ടല്ലേ ഇത് കാണാൻ. നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന സാധനങ്ങളാണ്, ആരും കൊത്തി വെച്ചതോ അങ്ങനത്തെ ഒന്നുമല്ല. നല്ല രസമുണ്ട് കാണാൻ, മൊത്തത്തിൽ പൊളിച്ചു. രക്ഷയില്ല. ഇത്ര കാലങ്ങൾ പഴക്കമുണ്ടാവില്ലേ.
അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു കാണിച്ചിട്ടേ ഇവിടെ ലൈറ്റ് വരുന്നുണ്ടല്ലേ. ഓ ഇതൊരു അടിപൊളി കേട്ടോ. ഈ ഒരു സ്ഥലം പൊളിച്ചു. നൈസ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഉണ്ടല്ലോ കേവ്. ഓക്കെ. അങ്ങനെ അതെ നമ്മൾ ഫസ്റ്റ് മഷ്റൂം കേവ്സ് അവിടെയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞത് സെക്കൻഡിലേക്കാണ് പോണത്. കൺജസ്റ്റിംഗ് സ്പേസ് ആയതുകൊണ്ട് പറ്റത്തില്ല. പാതി വഴി വരെ വന്നു, അതിനുശേഷം നല്ല തിരിച്ചിറങ്ങി പോകുന്നു. പക്ഷെ അങ്ങനെ ഉള്ളിൽ അതിന് മാത്രം പിന്നെ ഉള്ളോട്ടുണ്ട് കേട്ടോ. ഉള്ളോട് മേലോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറച്ച് കയറി പിന്നെ തിരിച്ചിറങ്ങി. ഇനി അടുത്തതൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നല്ല അടിപൊളി സ്ഥലം. അതേപോലെ ചീവീട് ഭയങ്കര സൗണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവഭാഗ്യം കൊണ്ട് കഴിഞ്ഞ ഇന്നലെയും ഇന്നും മെനയാന്നൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്ര മഴകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. ഇതാണോ മേലോട്ടേക്കാണോ? എൻട്രി മേലോട്ടേക്കാണ്. ഓ ഇനി സ്റ്റെപ്പ് എന്താ സ്റ്റെപ്പ് ഇന്നലെ കയറി 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 അങ്ങ് എത്തിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ എക്സിറ്റ് ഇല്ലേ? അപ്പോൾ എക്സിറ്റ് ഒത്തിരിയാന്ന് മേലെ പോയോ? ആ എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ മാസ്മായി കേസിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടാട്ടോ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈനാ. പൊളിച്ച സംഭവം കിടുവാണ്. പക്ഷെ ഇറങ്ങുന്ന കാര്യമൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇറങ്ങി നോക്കല്ലേ? അത്യാവശ്യം കൺജസ്റ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. മറ്റേത് കുറച്ചുകൂടി പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ നടക്കാൻ. അത് സിമെൻ്റൊക്കെ തേച്ച് സെറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ തീർന്നോ? ഇവിടെ ഒന്നും കാണുന്നില്ല. അവിടെ അങ്ങോട്ട് വഴിയുണ്ടോ? നിങ്ങൾ നിൽക്കുന്ന അവിടെ വിളിച്ച ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ തല മുട്ടു. ഇതെന്തത്? ഇല്ല ഇവിടെ ഇല്ല വഴി. തീർന്നു. നോക്കി ഇനി ഇതിന്റെ മേലെ കയറാൻ പറയരുത്. വഴി അങ്ങോട്ട് കാണിക്കരുത്. ഓക്കെ എവിടെയും വഴി കാണുന്നില്ല. നോക്കിന്ന് ഇവിടെ ഇവിടെ ഈ ഗ്യാപ്പോ ഓക്കെ അടഞ്ഞു പോയോ? അയ്യോ അപ്പൊ അവിടെ എക്സിറ്റ് നോക്കി എത്തിച്ചാ. ഓക്കെ മറ്റേ എക്സിറ്റ് ആയിരിക്കും ചിലപ്പോ. ഏത് മെയിൻ ഗേറ്റിലേ പോകണം എക്സിറ്റ് ആയിരിക്കും അത് ചിലപ്പോ. നിങ്ങൾക്ക് അങ്ങനെയാണ് അവിടെ വരെ കേട്ടോ, പ്രശ്നമില്ല. ചെറുത്. ഓ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് കൺജസ്റ്റ്. അവിടെ വഴി ഉണ്ടോ? ഇതാളെ പറ്റിക്കുന്നോ? ആണോ? ദേ വന്നു. ഒറ്റ മിനിറ്റ്. ദേ വന്നു എൻ്റെ അമ്മ. വിളിച്ചോ? അങ്ങനെ പിന്നെ കുറച്ച് വിസ്താരമുണ്ട് അല്ലേ? എന്താ ടോർച്ച് കത്താത്തത്? അത് തോന്നണ്ടാ. ഏകദേശം എന്റെ ഓവറായാ. നിങ്ങൾ നടന്നോ, ഞാൻ വരാം. ഈ പണ്ടാ ഇതേ വലിപ്പണ്ടാ. നടന്നോളി, ഞാൻ ഈ വരാം. നിന്റെ ടോർച്ച് കത്തുന്നില്ല കോപ്പ്. ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ലൈറ്റൊന്നും ഓണല്ല, അതാണ് പ്രശ്നം. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അടിപൊളിയാണ് സംഭവം. ഓ അടിപൊളി അടിപൊളി അടിപൊളിയായി. ഓ ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ പ്ലാസ്റ്റിക് കൊണ്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്. ആഹാ ഇതൊക്കെ എന്തത്?
കയറി പോവാ. ആ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? പാലം സൂക്ഷിച്ചു വരണേ. സ്ലിപ്പറി ആണല്ലേ? നല്ല കുഴി കേട്ടോ. നോക്ക് കേറായിരുന്നു. അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കാനാ? അല്ലല്ല, ഓപ്പണാ, വലിയ ഹോളല്ലേ. നോക്കടാ. അതന്നെ എനിക്ക് തോന്നുന്നു മൊത്തം അടച്ചിട്ടിരിക്കണ. അടച്ചിട്ടിരിക്കല്ല, ഇവരിവിടെ കൈവരി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ കുഴിയാണ്. എന്നിട്ട് ഏതുവരെ എത്തത്? നോക്കി ഞാൻ പോയിക്കട്ടെ. എന്തായാലും കയറി നോക്കാം. ഒരു ഡിഫിക്കൽട്ട് ടെറൈനാണ്. വഴി ഉണ്ടാണ്ട് നോക്ക് നോക്ക്. നീ കണ്ടില്ലേ താഴോട്ടേക്ക് വലിയ കുഴിയാ. അങ്ങനെ പോരാ, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇവിടെയൊക്കെ കുഴിയാട്ടോ. ഇവിടെയൊക്കെ കുഴിയൊക്കെയാണ്. ഇവിടെ കൈവരി പോലെ കെട്ടിവെച്ചെന്നുള്ളൊരു. എൻ്റെ അപ്പൂ, സംഭവം പൊളിയല്ലേ? പുക വരുന്നു വായക്കൂടെയൊക്കെ. എങ്ങനെയൊക്കെ കയറി പോണോ? ക്ലൈംബിങ് ആണല്ലേ? ടാസ്ക് ടാസ്ക്. ഉയ് വന്നിട്ട് ഇതൊന്നും കാണാണ്ട് പോയാലും ശരിയാവത്തില്ലല്ലോ. അയ്യോ, ഇവിടെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോകണമെന്നോ? അയ്യോ, പുള്ളി വരാഞ്ഞ്. ഇവിടെ ചെറിയൊരു ഹോളുണ്ട് കേട്ടോ. അതെവിടെ ചെറിയൊരു ഹോളുണ്ട്. അതേണ്ടല്ലേ ഈ ഒരു സ്പേസ്. ഇറങ്ങി പോകാനുള്ള സ്പേസ് ഉണ്ടോ? ഡിഫിക്കൽട്ട് വേ. ഒരാളിത് അവിടെ ഇരിക്കുന്നു. തീർന്നിട്ടൊന്നുമില്ല, നടക്കി പോവും. അയ്യോ, തീരാനോ ചതിച്ചതാ. പോണില്ലേ? ഞാൻ പിന്നെ ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി മെലിഞ്ഞ് അങ്ങ് എത്തിയതുകൊണ്ട് തിരിച്ചു പോകാം. ഇതിൻ്റെ കൂടെ ഒന്നും പോകാൻ പറയാതെ വായിക്കോ. ഇതന്നെയാന്ന് തോന്നുന്നു, മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പാലം. അപ്പോൾ റൂട്ട് മാറി. നമ്മൾ സർക്കിൾ ചെയ്ത് ഇവിടെ തന്നെ എത്തിയടാ. എടേ, ഈ പാലത്തിന് കൂടിയാണ് നമ്മൾ പോയത്. അല്ല, പാലം നമ്മൾ കണ്ടില്ല. നമുക്ക് തോന്നുന്നു അപ്പൊ ഈ പാലത്തിന് മുകളിൽ പോവാണ്ട് നമുക്ക്. വായോ. അതന്നെയാ? ഇല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ അങ്ങോട്ട് കയറാൻ പറ്റും തോന്നുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കയറാം. ഇല്ലാന്ന് ഞാൻ പോയരാ. ഏത്? എന്നിട്ട് എങ്ങോട്ട് പോവാനാ? പാലായിട്ട് ഇതിന്റെ പുറത്തേക്കാണ്. ഉറപ്പാ? എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാനൊന്ന് പോയി നോക്കിയട്ടെ. ഒരു 2 സെക്കൻഡ് പറ്റിയോ? നമ്മളിങ്ങോട്ട് കുഴിഞ്ഞിറങ്ങിയില്ലേ, അവിടുന്ന് ഒരു വഴി വേറെ ഉണ്ട്. നോക്കി വെച്ചും വരാവോ. ദാനേ, ഹലോ, ഞാൻ എന്താ ഇവിടെ എത്തി? പാലെത്തി. പിന്നെ ആ കുഞ്ഞ് കയറി ഇറങ്ങിയില്ലേ? കുഞ്ഞിൻ്റെ കുഴിയില്ലേ? അവിടെ ഇങ്ങോട്ട് പോരി. ലൈറ്റ് കാണുന്നുണ്ടോ? അയ്യോ ഞാൻ ഒറ്റയ്ക്കായേ. ആരുമില്ലേ കൂട്ടിന് ഇതിൻ്റെ അകത്ത്? വായോ. അത് ഇവിടെ ഒരു ഹോള് പോലെ തോന്നുന്ന ഒരു റൂമായി തോന്നുന്നുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, ഞങ്ങളിതേ താഴെ എത്തിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് കയറിയതാ.
ഇതിൻ്റെ നേരെ താഴെ പോയി നിന്ന് കുറച്ച് നേരം. അയ്യോ അടിപൊളി. മറ്റേനേക്കാളും പൊളി ഇതാല്ലേ? മറ്റേ കേവിനേക്കാളും അടിപൊളി ഇതാ. ഒറ്റ പ്രശ്നമുള്ളൂ, തടിയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്തൂടെ നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുട്ടുത്തിയെങ്കിലും നടക്കേണ്ടി വരും. അമ്മേ ഇവിടെ നിന്ന് അയ്യോ വെളിച്ചം കാണുന്നുണ്ട് കേട്ടോ എവിടെയോ. ഓ ഇത് നോക്കി പോണ വഴി കോമഡിയാണ് അവസ്ഥ. എൻ്റെ പൊന്നെ ദേ ഒരു ഹോൾ ഇവിടെ കാണുന്നത് നോക്കിയേ. പോകാനുള്ള വഴിയാണ് കാണുന്നൊക്കെ. ഞാൻ പിന്നെ മെലിഞ്ഞെത്തിയുണ്ടല്ലോ അങ്ങോട്ട്, അതുകൊണ്ട് പോരും. മുട്ട് കുത്തി അല്ലെങ്കിലേ കാല് വേദനയാ. ഇതാണ് എക്സിറ്റ്. വായോ ഇവിടെ നോക്കണേ, മുട്ട് കുത്തി ഉറപ്പാ, നല്ല വേദനയുണ്ട്. എക്സിറ്റ് എത്തി. എൻ്റെ അപ്പോ ഇതാണെന്ന് തോന്നുന്നു എക്സിറ്റ്. എൻ്റെ അച്ചോ അയ്യോ ഇത് കണ്ടു നോക്കി പൊളിച്ചിട്ടോ സാധനം കിടക്കി. അത് വരുന്ന കംപ്ലീറ്റഡ് സക്സസ്. അത് വിളിച്ചു ഉള്ളിൽ ആരുമില്ല. ഞാൻ മറ്റേ ആദ്യത്തെ കേസിൻ്റെ അത് പോയിട്ടേ നിങ്ങൾ വന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് അതിനകത്ത് ഫ്ലാഷ് ഓഫ് ആയി പോയി. പിന്നെ ഒന്നുമില്ല, മൊത്തത്തിൽ ഇരുട്. മണി ബ്രോ എവിടെ അത് ഇതെങ്ങടെ എത്തുക? പോയി നോക്കട്ടെ, മണി ബ്രോനെ കാണുന്നില്ല. സോ ഫൈനലി നമ്മൾ മാസമായി കേസ് കണ്ടു, പുറത്തിറങ്ങി പോവാണ്, തിരിച്ച് റൂമിലേക്ക് പോവാണ്. സാധനം പാക്ക് ചെയ്യാൻ നേരെ ഷിലോങ് പോവാ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ ഇവിടെ വേറെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാം. ഇതെന്തത് പാർക്കിങ്ങിനോ? 2 വീലർ 20.